അപ്പൊ ഇനി നമ്മള് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിനായിട്ട് ഞാൻ അതാ ലൈനിങ് പീസും മെയിൻ ക്ലോത്തും കൂടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം എങ്ങനെയാണോ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത് വെച്ചാൽ അതുപോലെ തന്നെ ഫസ്റ്റത്തെ ചുരിദാറിലൊക്കെ ചെയ്ത പോലെ തന്നെ ഇവിടെ 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ റൗണ്ട് ഫുള്ളായിട്ട് നമ്മള് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ബാക്ക് പീസ് ആണ്. അപ്പൊ ഇത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ലോലി നമ്മള് ആദ്യമൊക്കെ ചുരിദാറിൽ ചെയ്ത പോലെ തന്നെ. അപ്പൊ ഞാനത് സ്ലോലി കാണിക്കണില്ല, കാരണം വീഡിയോ ലെങ്ത് കൂടി. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇതിന്റെ റൗണ്ട് മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇത് നമ്മൾ ബാക്ക് പീസ് ആണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ലൈനിങ് പീസ് വെച്ചിട്ടുള്ളത് നമ്മുടെ ക്ലോത്തിന്റെ നല്ല വശത്താണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനെ മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക ചീത്ത വശത്തേക്ക് കേട്ടോ. അപ്പൊ ഇതേപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇടുക. ചെറിയ കട്ടുകൾ ഇട്ടിട്ട് സ്റ്റിച്ചിൽ തട്ടാണ്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നുകൾ ഉണ്ടെങ്കിൽ അത് ഊരി മാറ്റിയിട്ട് നമ്മൾ ഇതുപോലെ മറിച്ചെടുക്കുക. അപ്പൊ ഇതുപോലെ നമ്മൾ ബാക്ക് പീസ് ഇവിടെ അടിച്ച് മറിച്ചെടുത്തിട്ടുണ്ട് ലൈനിങ് വെച്ചിട്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് പീസ് ആണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുള്ളത്. അപ്പൊ ഫ്രണ്ട് പീസില് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മുടെ 2 ക്ലോത്തുകൾ ഇതിലുണ്ടാവും. ഏതൊക്കെയാണ്, നമ്മൾ പ്രിൻസസ് കട്ടാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പൊ പ്രിൻസസ് കട്ട് ചെയ്ത കാരണം നമ്മളിത് അടിച്ച് മറിച്ചു കൊടുക്കുമ്പോൾ നല്ല നീറ്റ് ആയിട്ട് തന്നെ എടുക്കാം. നമ്മുടെ ലൈനിങ് പീസിന്റെ കറക്റ്റ് ഷേപ്പ്, കാരണം ലൈനിങ് പീസിലാണല്ലോ നമ്മൾ കറക്റ്റ് മെഷർമെന്റ്സ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഞാന് ഫ്രണ്ട് പീസിന്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഡിസൈന് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആ മൂലയിൽ എത്തുമല്ലോ, കോർണറിൽ എത്തുമ്പോ ഇതേപോലെ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ ഇവിടെ വീന്റെ സെന്റർ വരും. അപ്പോഴും നിർത്തിയിട്ട് ഫൂട്ട് പൊക്കിയിട്ട് ക്ലോത്ത് തിരിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനായിട്ട് കേട്ടോ. എന്നാലാണ് ആ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ നെക്കിന്. നമ്മൾ ക്യാൻവാസിലല്ലല്ലോ, ലൈനിങ്ങിലല്ലേ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതാണ് ശ്രദ്ധിക്കാനുള്ളത്. എന്നിട്ട് സ്ലോലി സ്റ്റിച്ച് ചെയ്തിട്ട് അവസാനിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഈ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പൊ ഈ ക്ലോത്തും നമ്മൾ നല്ല വശത്താണ് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മള് ആ 1/4 ഇഞ്ച് ഗ്യാപ്പ് നിർത്തിയിട്ട് നമ്മൾ ഈ ഡിസൈൻ ഇതില് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഈ പീസ് കട്ട് ചെയ്തിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഇതിലൊക്കെ എന്ത് ചെയ്യണം, ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. സ്റ്റിച്ചിൽ തട്ടരുത്. ആ കോർണറൊക്കെ കറക്റ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യാം. കാരണം കോർണറിലൊക്കെ കട്ട് വന്നാലാണ് നമുക്ക് ആ ഡിസൈന് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇതേപോലെ നമ്മൾ ചെറിയ ചെറിയ കട്ടിട്ടതിന് ശേഷം പിന്നൊക്കെ ഒന്ന് ഊരി മാറ്റിയിട്ട് നമ്മളിതിനെ മറിച്ചു കൊടുക്കുക. ഇതേപോലെ മറിച്ചെടുക്കുക നമ്മള്. അപ്പൊ നമ്മൾ ആ കോർണറിൽ വേണമെങ്കിൽ ഒരു പിന്നോ അതുപോലെ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും വെച്ചിട്ട് ആ കോർണർ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കറക്റ്റ് ആ ഷേപ്പ് കിട്ടും. എടുക്കട്ടെ. അപ്പൊ ഈ നെക്ക് നല്ല കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. സ്റ്റിച്ചിങ് കഴിഞ്ഞാല് മറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന്
സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക, അല്ല സോറി, അയൺ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അയൺ ചെയ്തിട്ടില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക ആദ്യം. അപ്പോൾ അവിടെ തീരെ ചുളിവുകളൊന്നും ഉണ്ടാവില്ല. കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ആ കോർണറിൽ സൂചി കുത്തി നിർത്തിയിട്ട് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്തിട്ട് പിന്നെ അവിടെ മുതൽ ഇവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക കേട്ടോ. നമ്മള് ഇതാ ഇവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇതേപോലെ വെക്കുക. ഇതേപോലെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പില് ഇതിങ്ങനെ നമ്മൾ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പൊ അത് തെറ്റിപ്പോവരുത്. ഇതേപോലെ നമ്മൾ 2 ക്ലോത്തും ഇതേപോലെ ലൈനിങ്, മെയിൻ ക്ലോത്ത് മേലെ, ലൈനിങ് അടിയിലും വെക്കുക. അതിനുശേഷം എന്താ, ഇവിടെ മുതൽ ഈ കോർണർ മുതൽ നമ്മൾ ഇതേപോലെ 1/4 ഇഞ്ചിൽ നമ്മൾ താഴെ വരെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ പീസ് മാറിപ്പോവരുത് കേട്ടോ. അപ്പൊ നമ്മളിതിൽ ആം ഹോള് മാർക്ക് ചെയ്ത ലൈന് നമുക്ക് ഇവിടെ കാണാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആം ഹോൾ എവിടുന്നാണോ ഇതാണ്ട ഇതേപോലെ നമുക്ക് ഈ കർവ് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അത് അടയാളം നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അടയാളം പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇതേപോലെ ഈ കർവ് ഇതേപോലെ തന്നെ നമുക്ക് വരണം. അപ്പൊ ചോക്കായിട്ടൊന്ന് കടിപ്പിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ 2 പീസും ഇതേപോലെ ഒന്നിന്റെ മേലെ ഒന്ന് വെക്കുക. ഒന്നിന്റെ മേലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ 1/4 ഇഞ്ചില് സ്റ്റിച്ച് ചെയ്യാട്ടോ 2 ക്ലോത്തും. മെല്ലെ മെല്ലെ ക്ലോത്ത് നീക്കിയിട്ട്, വലിക്കണ്ട, ക്ലോത്ത് മെല്ലെ നീക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീറ്റായിട്ട് കിട്ടില്ല. അപ്പൊ നമുക്ക് ആ കർവ് ഷേപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ താഴത്തെ ക്ലോത്തും നമ്മുടെ മേലത്തെ ക്ലോത്ത് ഇതേപോലെ ഒപ്പം പിടിച്ചിട്ട് നമ്മൾ 1/4 ഇഞ്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരിക. അപ്പൊ നമുക്കിതാ ഇങ്ങനെ കിട്ടും. ഈ ഒരു ഷേപ്പ് കണ്ടോ, ഈ ഒരു ഷേപ്പാണ് നമുക്ക് ഉണ്ടാവുക. പ്രിൻസസ് കട്ടില് ഈ ഒരു ഷേപ്പാണ് നമ്മൾ അടിച്ചു വരുമ്പോ, ജോയിന്റ് ചെയ്ത് വരുമ്പോ നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഈ പിന്നെ ഒഴിവാക്കി കൊടുക്കാം കേട്ടോ. ഇനി അതേപോലെ നമ്മൾ ഈ ഒരു സൈഡും നമ്മൾ ഇതേപോലെ ജോയിന്റ് ചെയ്തിട്ട് എടുക്കണം. അതിനായിട്ട് ഇതേപോലെ ഇവിടുന്ന് വെക്കുക. നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ ഈ വശം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ താഴെന്ന് മേലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം, അതല്ലാന്നുണ്ടെങ്കിൽ മേലെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് താഴേക്ക് പോവാം. അപ്പൊ ആദ്യമായിട്ട് ചെയ്യുമ്പോ ഒരു ഇതൊക്കെ ഉണ്ടാവും, കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ആ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാന് നമ്മൾ അടയാളം ഇടുമ്പോ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തീരെ തെറ്റാതെ തന്നെ അത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. 1/4 ഇഞ്ചിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1/2 ഇഞ്ചൊന്നും എടുക്കണ്ട, 1/4 ഇഞ്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പൊ ഇതാ നമ്മളിവിടെ കറക്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഇതിന്റെ സ്റ്റിച്ചിങ്. പ്രിൻസസ് കട്ടിന്റെ സ്റ്റിച്ചിങ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. പ്രസ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ അടിച്ച ഭാഗം ഇങ്ങനെ താഴോട്ട് വരണം. അപ്പൊ ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് എടുക്കാം. ഫ്രണ്ട് പാർട്ട് നല്ല വശം ഇതുപോലെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ തയ്യൽ തുമ്പ് അന്ന് കാണാത്ത വിധത്തിൽ ചെയ്തില്ലേ, അപ്പൊ അതേപോലെ തന്നെ ഇവിടെയും ലൈനിങ് പീസിനെ ഇപ്പുറത്തേക്ക് നമ്മൾ മറിച്ചു കൊടുക്കുക കേട്ടോ. നല്ല വശം കൂടിയിട്ട് ഒന്നിച്ചു വെച്ചിട്ട്
ഇതേപോലെ നമ്മൾ മറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ചില് ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ എപ്പോഴും ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ പറയണ പോലെ തന്നെ നമ്മൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതേപോലെ കണ്ട നല്ല വശം ഇതേപോലെ ഫേസ് ടു ഫേസ് വെക്കുക. ലൈനിങ് ക്ലോത്തിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇതുപോലെ മറിച്ച് വെച്ചു കൊടുക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ തയ്യൽ തുമ്പ് കാണാത്ത വിധത്തില് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യണത്. നമ്മൾ എത്രയാണോ അവിടെ തയ്യൽ തുമ്പ് ഇട്ടത് വെച്ചാല് ആ ഒരു അളവില് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ 1/2 ഇഞ്ചില് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തു. ഇപ്പൊ നമ്മളിത് മറിച്ചെടുത്ത് ഇതേപോലെ മറിച്ചെടുത്ത് കഴിഞ്ഞാല് കണ്ട തയ്യൽ തുമ്പ് ഒന്നും ഇവിടെ കാണില്ല, ഒക്കെ ഉള്ളില് പോയി തയ്യൽ തുമ്പ് കേട്ടോ. ഇങ്ങനെയാണ് ജോയിൻ ചെയ്താൽ ഉണ്ടാവുക. ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ട് പാർട്ട് ശരിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. സ്കേർട്ട് പാർട്ട് ശരിയാക്കിയിട്ട് എടുക്കാം. കണ്ടോ, അപ്പൊ നീറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ ബോഡി പാർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ സ്ലീവ് വെച്ച് കൊടുക്കണം. അപ്പൊ സ്ലീവ് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ടൈമിൽ വെക്കാം. അതല്ലെങ്കിൽ സ്കേർട്ട് ഭാഗം ജോയിൻ ചെയ്തതിന് ശേഷം ഫ്രില്ല് ഇട്ടിട്ട് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സ്ലീവ് വെച്ച് കൊടുക്കും. അപ്പൊ ഞാനിവിടെ ഇതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട്, അപ്പൊ ഇതേപോലെ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ക്ലോത്ത് ചിലപ്പോൾ കൂടുതൽ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും പറയണ കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ ബാക്ക് നെക്ക് പ്രസ്റ്റിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ബാക്ക് നെക്കും കൂടി ഒന്ന് പ്രസ്റ്റിച്ച് കൊടുക്കാം. അതേപോലെ വെച്ചിട്ട് നമ്മള് ഇതേപോലെ അതിന്റെ മേലക്കോട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താലും മതി. സ്റ്റിച്ച് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ബാക്ക് നെക്കില്. അപ്പൊ കൊടുത്തു കഴിഞ്ഞാല് കുഴപ്പമില്ല, അതുപോലെ കൊടുക്കണം. ബാക്ക് നെക്കിന്റെ പ്രസ്റ്റിച്ചും കഴിഞ്ഞ് ഇനി നമ്മളിതില് ഞാൻ ഫ്രണ്ട് ആം ഹോൾ ഞാൻ കുഴിച്ച് കട്ട് ചെയ്തിട്ടില്ല. അത് ഞാൻ സ്റ്റിച്ചിങ്ങിന്റെ സമയത്താണ് ചെയ്യാറുള്ളത്. അപ്പൊ ഈ ടൈമിൽ ഞാനത് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഷോൾഡർ കറക്റ്റ് ആണ്, ഇവിടെ കുറച്ച് അധികം ഉണ്ട് ക്ലോത്ത്. അപ്പൊ അതിന്ന് കട്ട് ചെയ്തിട്ട് ലെവലാക്കാം. ഇനിയിപ്പോ ഞാൻ ആം ഹോൾ ഇവിടെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വരച്ചിട്ടില്ല. അപ്പൊ അതൊന്ന് ഇതേപോലെ 1/4 ഇഞ്ചിലൊന്ന് കുഴിച്ച് വരച്ചു. എനിക്കൊന്നും കൂടി എളുപ്പം സ്റ്റിച്ചിങ്ങിന്റെ സമയത്ത് ചെയ്യണതാണ്. അതാണ് ചിലപ്പോൾ ഞാൻ ആ ടൈമിൽ അത് കട്ട് ചെയ്യാൻ മറക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ടൈമിലാണ് ചെയ്യാറുള്ളത് കേട്ടോ. നിങ്ങൾക്ക് കട്ടിങ്ങിന്റെ സമയത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ചെയ്തെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബോഡി പാർട്ടിൽ ആം ഹോൾ കുഴിച്ച് വരച്ചു കഴിഞ്ഞാല് സ്ലീവിന്റെ ക്ലോത്തിലും നമ്മൾ എന്ത് ചെയ്യണം, ആ 1/4 ഇഞ്ച് നമ്മൾ കുഴിച്ചിട്ട് വരക്കണം. അത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇനി ഞാനിതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ സ്ലീവ് താഴ്ഭാഗം ഒന്ന് ഡിസൈൻ ചെയ്യണുണ്ട് കേട്ടോ. ഡിസൈൻ എപ്പോഴും നോർമൽ സ്ലീവ് തന്നെ ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ചെറിയൊരു കട്ടിങ് വരുന്ന രീതിയിലാണിത് ചെയ്യണത്. അപ്പൊ അതിനായിട്ട് നമുക്ക് നമ്മുടെ ക്ലോത്തിന്റെ മേലെ ഒരു 3 ഇഞ്ചിൽ നമുക്കൊരു ബാൻഡ് പീസ് ആവശ്യമുണ്ട്. 3 ഇഞ്ചില് ബാൻഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല വശം നമ്മുടെ ഈ ചീത്ത വശത്തിന്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ വെക്കുക. നല്ല വശം അല്ല വെച്ചിട്ടുള്ളത്, നല്ല വശം ബാൻഡ് പീസിന്റെ നല്ല വശം താഴ്ഭാഗത്തും നമ്മുടെ സ്ലീവിന്റെ ക്ലോത്ത് മേൽവശത്തുമായിട്ട് വെക്കുക. വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സെന്റർ 6.25 അല്ല 6.25. ഇതേപോലെ നമ്മള് 6.25 നമ്മൾ സെന്റർ ആയിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു 3 ഇഞ്ച് മേലക്ക്
2.5 ഇഞ്ചോ 3 ഇഞ്ചോ കൊടുക്കുക. അപ്പൊ ഇവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. മേലേക്ക് ഇതുപോലെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഷേപ്പ് ഇതേപോലെ ഒരു വി ഷേപ്പ് 1/2 ഇഞ്ച് നമ്മൾ ഡാട്ട് ഇട്ട് കൊടുക്കില്ലേ, അതേപോലെ 1/2 ഇഞ്ച് ആയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പ് വി ഷേപ്പ് വരച്ചെടുക്കുക. അതാ ഇവിടേക്ക് ഒരു 1/2 ഇഞ്ച്, അതേപോലെ ഈ സെന്ററിന് ഇങ്ങോട്ടും ഒരു 1/2 ഇഞ്ച്. അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചിട്ടുണ്ട്. ഇനി ഇത് വരച്ചിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 ക്ലോത്ത് ഇതാ ഇങ്ങനെ വെച്ചിട്ടില്ലേ, ആദ്യം ഇവിടുന്ന് ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ആ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാല് ഈ ഒരു ലൈനിൽ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്യുക. മനസ്സിലായോ? ആദ്യം വേണമെങ്കിൽ സെന്ററിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം ഈ ലൈനിൽ കൂടെ കേട്ടോ. അപ്പൊ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്, ഈ 1/4 ഇഞ്ചിൽ നമ്മൾ താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ ഇതേപോലെ ഇവിടുന്ന് താഴ്ന്ന് 1/4 ഇഞ്ചിൽ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തു. ഇവിടെ എത്തിയപ്പോ നമ്മുടെ ലൈനിന്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ നിർത്തിയിട്ട് നമ്മൾ ഫൂട്ടിന് ഉയർത്തിയിട്ട് സൂചി അവിടെ കുത്തി നിർത്തിയിട്ട് ഫൂട്ട് ഉയർത്തി ക്ലോത്തിനെ ഇങ്ങനെ തിരിച്ചു വെച്ചു. എന്നിട്ട് അവിടുന്ന് നേരെ ഇതേപോലെ നമ്മൾ ഈ 2.5 ഇഞ്ചിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വന്നു. അവിടുന്നും നമ്മൾ എന്ത് ചെയ്തു, സൂചി കുത്തി നിർത്തിയിട്ട് ക്ലോത്ത് തിരിച്ചു കൊടുത്തു. നമ്മൾ ക്ലോത്താണ് തിരിക്കണത് കേട്ടോ. അതിന് ശേഷം ഇവിടെ തന്നെ ഇതേപോലെ ചാരി വെച്ചിട്ട് നമ്മൾ താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. അപ്പൊ താഴേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ 1/4 ഇഞ്ചിന്റെ സ്പേസ് ഉണ്ടല്ലോ, അപ്പൊ ആ 1/4 ഇഞ്ചിൽ തന്നെയാണ് നമ്മൾ കറക്റ്റ് ഇപ്പുറത്തേക്കും സ്റ്റിച്ച് ചെയ്തിട്ട് വരേണ്ടത്. ആ ഒരു സ്റ്റിച്ച് നമ്മൾ ഇതേപോലെ 1/4 ഇഞ്ചിൽ കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സെന്ററിലും ഒരു സ്റ്റിച്ച് കൊടുക്കാം. അത് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്താൽ മതി. നമ്മളത് കട്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കണം. ഇതേപോലെ നമ്മൾ ഒരു ചെറിയൊരു സ്പേസ് 1/4 ഇഞ്ചൊന്നും ഇല്ലെങ്കിലും അതിനേക്കാളും കുറവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്പേസ് ഇട്ടിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ചെറിയ ഒരു കട്ട് ഇട്ട് കൊടുക്കുക. ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യണം കേട്ടോ, കാരണം അത്രയും ചെറിയൊരു സ്പേസ് ആണ് നമ്മൾ അവിടെ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യണം. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഈ കട്ടുകൾ ഇങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പുറത്ത് ചെറുതായി കട്ടിട്ട് കൊടുക്കുക. ഇനി നമ്മളിതിനെ ഇപ്പുറത്തേക്ക് മറിച്ചെടുക്കുകയാണ്. ഇവിടുന്ന് ഈ ക്ലോത്തിനെ ഇങ്ങനെ മറിച്ചിട്ടെടുക്കുക. ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഈ സൈഡിൽ നിന്ന് ഇതുപോലെ മറിച്ചു കൊടുക്കുക. അതുപോലെ ഒരു ഓപ്പണിങ് ഇട്ട് ഇനി ഇതിനെ നമ്മൾ ഒരു ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ച് മടക്കി വെച്ചിട്ട് നമ്മൾ ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. 1/4 ഇഞ്ച് ക്ലോത്ത് ഇങ്ങനെ മേലേക്ക് നിർത്തിയിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ താഴ്ഭാഗം ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിങ്ങനെ കറക്റ്റ് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. ഇതിന്റെ കോർണർ ഒന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കുക കേട്ടോ, എന്നാലാണ് കറക്റ്റ് അത് പോയിന്റ് ചെയ്തിട്ട് നിൽക്കുള്ളൂ. ഇതിന്റെ താഴ്ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഏറ്റവും അറ്റത്ത് കൂടെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നൂല് പൊട്ടിയ കാരണമാണ്. എന്നിട്ട് ഇവിടുന്ന് ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് നമ്മളിവിടെ 1/4 ഇഞ്ച് ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് ഈ അറ്റത്ത് കൂടി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ആ 1/4 ഇഞ്ച് മടക്കിയിട്ട് വെക്കുക. അപ്പൊ അവിടെ നമ്മൾ 1/4 ഇഞ്ച് മടക്കി വെച്ചിട്ട് ഇതേപോലെ ഈ അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഈ അറ്റം നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതിന്റെ താഴ്ഭാഗവും ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം. നമ്മൾ 3 ഇഞ്ച് തുണി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 2.5 ഇഞ്ച് വരെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. 1/2 ഇഞ്ച് നമുക്ക് മേൽഭാഗത്തേക്ക് മടക്കി തയ്ക്കാനായിട്ട് ഒരു സ്പേസ് ഇവിടെ വേണം. ഇനി നമ്മളിത് മേലെന്ന് ഇതേപോലെ നമ്മൾ ഉള്ളിലേക്ക് ഇതേപോലെ 1/4 ഇഞ്ച് മടക്കി വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പൊ ഇവിടുന്ന് തന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇവിടുന്ന് ഇതേപോലെ 1/4 ഇഞ്ച് മടക്കി വെക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ 1/4 ഇഞ്ച് തന്നെ നമ്മൾ മടക്കി കൊടുക്കാം. ഇതേപോലെ നിങ്ങൾ മറ്റേ സ്ലീവും അടിച്ചെടുക്കുക. എന്നിട്ട് ഈ ഭാഗത്ത് നമുക്ക് ഒരു ബട്ടൺ എന്തെങ്കിലും വെച്ചു കൊടുക്കാം. ഞാൻ ഈ ഭാഗത്ത് നമ്മുടെ ഈ ജോയിന്റ് വരുന്ന ഭാഗത്ത് ഞാൻ ഇതുപോലെ ഷോ ബട്ടണ് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഏതെങ്കിലും ഷോ ബട്ടണൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. ഇതുപോലെ ബട്ടൺ വെച്ചിട്ട് രണ്ട് സ്ലീവും ഫിനിഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതേപോലെ 2 സ്ലീവ് നമ്മൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബോഡി പാർട്ടായിട്ട്. അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ സെന്ററിൽ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ സെന്റർ ഒരു നോച്ചസ് ഇട്ടെടുക്കാം. എന്നിട്ട് നമ്മളിതില് വെച്ചു കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ ഫ്രണ്ടിൽ വേണമെങ്കിൽ ഷോ ബട്ടൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെച്ചു കൊടുക്കാം കേട്ടോ. ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇനി നമുക്ക് ഇതില് സ്ലീവിന്റെ ക്ലോത്തില് ഞാൻ ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതും കൂടി ഞാൻ ഈ സമയത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ബോഡി പാർട്ടിൽ നമ്മൾ സ്ലീവ് കുഴിച്ച് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മെയിൻ ക്ലോത്തിൽ നമ്മളത് കുഴിച്ചിട്ട് വരക്കണം. ജസ്റ്റ് അതൊന്ന് 1/4 ഇഞ്ച് ഞാനിവിടെ കുഴിച്ച് വരച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇത് രണ്ടും കൂടിയിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത് വെച്ചാൽ 1/2 ഇഞ്ചിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഇതേപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് ഇനി അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. ഞാനിവിടെ ബോഡി പാർട്ട് ഇതുപോലെ ഫുള്ള് സ്ലീവ് ഒക്കെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് പാർട്ടിനേക്കാളും ഒരു 1/2 ഇഞ്ച് നമുക്ക് 1/2 ഇഞ്ചല്ല 1 ഇഞ്ചിന്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ഈ സമയത്തൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യുക. കാരണം നമ്മളിവിടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തില്ല, പ്രിൻസസ് കട്ടിലൊരു 1/2 ഇഞ്ച് വീതം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഡാർട്ട് ഇട്ടിട്ട് ഷേപ്പ് ചെയ്തു. അപ്പൊ ആ ഒരു വ്യത്യാസം നമുക്ക് നമ്മുടെ ബാക്ക് പാർട്ട് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ അതൊന്ന് ഈ സമയത്ത് ലെവൽ ചെയ്യുക. ഇനി നമുക്ക് ഇതിന്റെ അളവ് ഒന്ന് എടുക്കാം, എന്നിട്ട് വേണം നമുക്ക് ഫ്രില്ല് ഇടാനായിട്ട്. അപ്പൊ ഇതേപോലെ നമ്മള്
ഒന്ന് അളന്ന് നോക്കാം നമുക്ക് എത്ര വേണം എന്നുള്ളത് കേട്ടോ. ഇവിടുന്ന് ഇതുവരെ 19 ഇഞ്ച് ഉണ്ട് കേട്ടോ. 19 ഇഞ്ച്. അപ്പൊ 19 വരുമ്പോ 36 വരും. നമുക്ക് 33 ഇഞ്ചാ വേണ്ടതിൽ നമ്മൾ 1 ഇഞ്ച് 2 സൈഡിൽ എന്ത് ചെയ്യും, 1.25 ഇഞ്ച് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് ഈ 33 ഇഞ്ചിലാണ് നമുക്ക് എന്ത് വേണ്ടത്, നമ്മള് പ്ലീറ്റ് വേണ്ടത്. അപ്പൊ ഇത് നമ്മള് സ്ലീവ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള ക്ലോത്ത് ആണ്. ഇതൊരു 2 മീറ്ററോളം ഈ ക്ലോത്ത് ഉണ്ട്. അപ്പൊ ഇതിന്റെ എത്രയാണ് ഇതിന്റെ വിഡ്ത്ത് കിട്ടണത് എന്നുള്ളതൊന്ന് നോക്കാം. നമുക്ക് 33 ഇഞ്ചല്ലേ വേണ്ടത്. റൗണ്ടിൽ നമുക്ക് 33 ഇഞ്ചാണ് കിട്ടേണ്ടത്. 33 അല്ല, 36 ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കം. അപ്പൊ നമുക്കിത് എത്ര ഉണ്ട്, നൈഫ് പ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ 1/2 ഇഞ്ചിലാണ് ഞാനിവിടെ നൈഫ് പ്ലീറ്റ് ചെയ്ത് കൊടുക്കണത് കേട്ടോ. അപ്പൊ നൈഫ് പ്ലീറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ലോങ് സ്റ്റിച്ചില് ഫ്രില്ലിട്ട് കൊടുത്താൽ മതി. അപ്പൊ ആദ്യം ഞാൻ ഇവിടുന്ന് 1 ഇഞ്ച് ജസ്റ്റ് വെറുതെ പ്ലെയിൻ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്ലീറ്റ് ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. അപ്പൊ 1/2 ഇഞ്ചിൽ പ്ലീറ്റ് ഇടുമ്പോൾ എല്ലാ പ്ലീറ്റും 1/2 ഇഞ്ചിലാവാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ലോങ് സ്റ്റിച്ചിൽ പ്ലീറ്റ് മതി എന്നുണ്ടെങ്കിൽ അതുപോലെയും പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പൊ 2 മടങ്ങ് മതി എന്നുണ്ടെങ്കിൽ, അധികം പ്ലീറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ 2 മടങ്ങിൽ നിങ്ങൾക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. കുറച്ചെടുത്താലും ഓഫ് ചെയ്തിട്ടോ പ്ലീറ്റ്. ഇത് ലാസ്റ്റ് വരെ നമ്മള് ഫ്രില്ലിട്ടിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഫുള്ള് 1/2 ഇഞ്ചിന്റെ പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് നമ്മുടെ ബോഡി പാർട്ടായിട്ട് നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമുക്കിവിടെ കറക്റ്റ് 17 ഇഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. 17 35 ഇഞ്ച് നമുക്കിത് കറക്റ്റ് പ്ലീറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ തയ്യൽ തുമ്പ് ഒഴിവാക്കിയിട്ട്, തയ്യൽ തുമ്പിൽ നമുക്കിത് നമ്മുടെ സ്ലീവ് മുതലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കാനായിട്ട്, ജോയിൻ ചെയ്തിട്ട് എടുക്കാൻ. അപ്പൊ ആദ്യം നമ്മൾ ഇവിടുന്ന് സ്ലീവിന്റെ എത്രയാണോ നമ്മളിവിടെ തയ്യൽ തുമ്പ് ഇട്ടത് നോക്കുക. അതിൽ കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക. അപ്പൊ എനിക്ക് താഴ്ഭാഗത്ത് 5.5 ഇഞ്ച് മതി. അപ്പൊ അത് കറക്റ്റ് 5.5, ആകെ 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ആ 3/4 ഇഞ്ചിൽ തന്നെ താഴെ വരെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് വരികയാണ്. അപ്പൊ ഇവിടെ മുതൽ കറക്റ്റ് ഇതേപോലെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് എടുക്കുക. ഇവിടെ ഹോളൊക്കെ കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. താഴേക്ക് എത്തുമ്പോൾ നമ്മൾ എത്രയാണോ നമ്മളെ ബോഡി പാർട്ടിൽ തയ്യൽ തുമ്പ് കൊടുത്തത് നോക്കുക. അതിനനുസരിച്ചിട്ട് നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 1.25 ഇഞ്ചല്ലേ തയ്യൽ ഇട്ടത്. അപ്പൊ 1 ഇഞ്ചിൽ തന്നെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡും ഒന്നെങ്കിൽ എന്ത് ചെയ്യാ, ഈ ഒരു സൈഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇവിടെ സെന്റർ മുതൽ നമുക്ക് അപ്പുറത്തെ സൈഡ് വരെ നമുക്ക് ഇതില് ജോയിൻ ചെയ്തിട്ട് എടുക്കാം. ഒരു സൈഡ് ജോയിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ സ്കേർട്ട് പോർഷനും നമ്മുടെ പ്ലീറ്റ് ഇട്ട ഭാഗവും നമ്മുടെ ബോഡി പാർട്ടും കൂടി ഇതേപോലെ വെക്കുക.
ഇതേപോലെ വെച്ചിട്ട് ഇവിടുന്ന് 1 ഇഞ്ച് നമ്മൾ പ്ലെയിൻ ആയിട്ട് വെട്ടിക്കില്ല, അത് അതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഈ ഫ്രില്ലുള്ള ഭാഗങ്ങളൊക്കെ ഇതേപോലെ ഫുള്ളായിട്ട് അറ്റം വരെ നമ്മൾ പിന്നു കുത്തി കൊടുത്തിട്ട് നമുക്ക് കറക്റ്റ് അളവ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മൾ 1/2 ഇഞ്ച് മുതൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. കറക്റ്റ് നമ്മുടെ ബോഡി പാർട്ടും നമ്മുടെ സ്കേർട്ട് പോർഷനും ബോഡി പാർട്ടും കൂടി ഇതേപോലെ നമ്മൾ ആ കറക്റ്റ് 1/2 ഇഞ്ചിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് പിന്നെ ഊരി കൊടുത്തിട്ട് കറക്റ്റ് ഇതേപോലെ നമ്മൾ ലെവൽ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പിന്നെ ഒത്തിയിട്ട് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, നമുക്ക് ക്ലോത്ത് ചിലപ്പോൾ തികയില്ല, നമ്മൾ ഫ്രില്ലിട്ടത് ചിലപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ടാവും, ചിലപ്പോൾ കൂടി പോയിട്ടുണ്ടാവും. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ ആദ്യം തന്നെ നമ്മൾ പിന്നൊക്കെ വെച്ചിട്ട് പ്ലീറ്റ്സ് കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് കുത്തിവെക്കാം. അപ്പൊ പിന്നെ അതിനുശേഷം നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ, നമുക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല, അവിടെ തുണി തികയാതെ വരും. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാട്ടോ. ബോഡി പാർട്ട് ഇട്ട് പ്ലീറ്റ് ഇട്ട ക്ലോത്ത് നന്നായിട്ട് പിന്നെ കുത്തിയിട്ട് വെച്ച് ലെവൽ ചെയ്തിട്ട് നമ്മൾ മെല്ലെ ആ പ്ലീറ്റ് ഇടാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്തതിന്റെ താഴേക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. പ്ലീറ്റ് ഇട്ട സെയിം സ്റ്റിച്ചിൽ തന്നെ കൊടുക്കാണ്ട് അതൊന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്ലീറ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതാണ്ട് നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് മെയിൻ ക്ലോത്തും ബോഡി പാർട്ടും കൂടിയിട്ട് സെയിം അളവിലാണ് കിട്ടിയത്. അപ്പൊ 33 ഇഞ്ചാണ് വേസ്റ്റിന്റെ അളവ്. തയ്യൽ തുമ്പ് അടക്കം നമുക്ക് 36 ഇഞ്ച് വന്നു. അപ്പൊ 36 ഇഞ്ചിന് നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ട് എടുത്തു. നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി നിങ്ങൾക്ക് ഇതിന്റെ മേലക്കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. കറക്റ്റ് ലെവലായിട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ അടിയത്തെ ക്ലോത്ത് ശ്രദ്ധിക്കുക, കയറി പിടിക്കാതിരിക്കാനായിട്ട് സാവധാനം തന്നെ ക്ലോത്ത് ഒക്കെ ലെവൽ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതിലിപ്പോ നമ്മൾ ചെയ്തത് പ്രിൻസസ് കട്ടാണ്. അപ്പൊ പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ ആം ഹോളിന്റെ സെന്ററിന് ബെസ്റ്റ് പോയിന്റിലേക്ക് നിപ്പിൾ പോയിന്റിലേക്ക് നമ്മൾ കർവ് ചെയ്തിട്ട് പിന്നെ താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ അവിടെ എന്ത് ചെയ്തു, 1/2 ഇഞ്ചിൽ ഡാട്ട് കൊടുത്തു. ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1/2 ഇഞ്ചിൽ ഡാട്ട് കൊടുത്തു. പിന്നെ നമുക്കിത് മറിച്ചെടുക്കാം. ഇതേപോലെ അവിടെ മറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ പ്ലീറ്റ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സൈഡും കൂടി ജോയിൻ ചെയ്തിട്ട് എടുക്കാനുണ്ട് അല്ലെ, അപ്പുറത്തെ സൈഡ്. നിങ്ങൾക്ക് ഇതിൽ ബാക്കിൽ സിബ് വെക്കണമെങ്കിൽ സിബ് വെക്കാട്ടോ. ഞാൻ സിബ് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ബാക്കിൽ സിബ് വെക്കണം എന്നുണ്ടെങ്കിൽ സിബ് വെച്ചു കൊടുക്കാം. അതുപോലെ തന്നെ വള്ളി ബാൻഡ് വെക്കുമല്ലോ, ബാൻഡ് വെക്കണം എന്നുണ്ടെങ്കിൽ ബാൻഡും വെച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു സൈഡ് ജോയിൻ ചെയ്ത സൈഡാണ്, ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ട് നമുക്ക് മറ്റേ സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്കിവിടെ കറക്റ്റ് കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഇനി അപ്പുറത്തെ സൈഡ് ഇതേപോലെ എടുത്തിട്ട് ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഇവിടെ എത്രയാണോ 5 ഇഞ്ച് 6 ഇഞ്ച് എത്രയാണോ എന്നുള്ളത് നോക്കിയിട്ട് അവിടെയും ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് നമുക്ക് ആകെ 1 ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ. തയ്യൽ തുമ്പ് അധികം കൊടുക്കേണ്ട കാര്യമില്ല, 1 ഇഞ്ച് തന്നെ കൊടുത്താൽ മതി. ഇതേപോലെ കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചിട്ട് ആ 1 ഇഞ്ചിൽ തന്നെ താഴേക്കും സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾ സ്കേർട്ട് പോർഷനിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. ഇതേപോലെ 1/2 ഇഞ്ചിലാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്നത്. താഴെ വരെ നമ്മൾ 1 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡബിൾ സ്റ്റിച്ച് ചെയ്യാം. നമുക്കൊരു പണിയോടി ബാക്കിയുണ്ട്. എന്താണ്, താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യണം അല്ലെ. അപ്പൊ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ
ഇതിപ്പോ തേരുവശാണ്. അപ്പൊ എനിക്ക് ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ തേരുവശാണ് താഴത്തേക്ക് എനിക്ക് ഫുൾ ലെങ്ത് അത് മൊത്തം വേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ മടക്കി തയ്ക്കണില്ല കേട്ടോ. ഞാൻ ഇതിന്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം. നെക്ക് ഇതാ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത്, പിന്നെ ഇതാ ഇവിടെ നമ്മുടെ പ്രിൻസസ് കട്ടിന്റെ കട്ടിങ് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതാ സ്ലീവ് നമ്മളിതാ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് ഇങ്ങനെ ഓപ്പണിംഗ് ആയിട്ട് ഇവിടെ നമ്മൾ ഷോ ബട്ടൺ ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. സൈഡൊക്കെ നമ്മൾ ഫുള്ളായിട്ട് നമ്മളിതാ ഫ്രില്ലിട്ടിട്ട് എടുത്തു. ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു ഇത് എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കുക.